കുറ്റിച്ചലിലെ സ്കൂളിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം നാടിനെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു. ബെൻസണിന്റെ മരണത്തിലേക്ക് നയിച്ചത് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ആരോപണങ്ങൾ സ്കൂൾ അധികൃതർ നിഷേധിച്ചിരുന്നു. നമുക്കൊപ്പം ബെൻസന്റെ മാതാപിതാക്കൾ തന്നെ ചേരുന്നുണ്ട്. പിതാവ് ബെന്നി ജോർജും മാതാവ് സംഗീത ബെന്നിയും നമുക്കൊപ്പമുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. നിങ്ങളുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. മരണശേഷവും യഥാർത്ഥത്തിൽ എന്താണ് മകന് സംഭവിച്ചത് എന്നത് അറിയേണ്ടത് നിങ്ങളുടെ ന്യായമായ ആവശ്യമാണ്. പക്ഷേ ആവശ്യം പോലും യഥാർത്ഥത്തിൽ സ്കൂൾ അധികൃതർ കാണിക്കുന്നില്ല എന്നുള്ളത് ഖേദകരവുമാണ്. അമ്മയോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ സംഗീത, മോൻ എപ്പോഴെങ്കിലും ഈ സ്കൂളിലെ അധ്യാപകരുടെ പെരുമാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ക്ലർക്കിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചോ എന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയോ ബുദ്ധിമുട്ടുകൾ പറയുകയും ചെയ്തിരുന്നോ എപ്പോഴെങ്കിലും? ചെയ്തിരുന്നു സർ, ചെയ്തിരുന്നു. പലതവണ കൊച്ച് അധ്യാപകരിൽ നിന്നും പ്രയാസങ്ങൾ നേരിട്ടത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകേണ്ടതായിട്ടൊക്കെ പോയി ഞങ്ങളതിനെ സോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് കുഞ്ഞിനെ ഹരാസ് ചെയ്ത് കുഞ്ഞിനെ വേദനിപ്പിക്കുന്നതായ അനുഭവങ്ങൾ കുഞ്ഞ് പറയത്തില്ല. വീട്ടിൽ വന്ന് സ്കൂളിൽ നിന്ന് ഞങ്ങളെ വിളിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ നിന്ന് വിളിപ്പിക്കാറുണ്ടായിരുന്നോ? ഈ പ്രിൻസിപ്പളാണോ വിളിക്കുന്നത്? ഒരു കാര്യവും പറയാം, പ്രിൻസിപ്പളാണ് വിളിക്കുന്നത് സ്കൂളിലേക്ക്. ഈ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ കുഞ്ഞിനെ ഹരാസ് ചെയ്തത് ഈ പ്രിൻസിപ്പളാണോ അതല്ല ഈ ക്ലർക്ക് അടക്കമുള്ളവരാണോ? ക്ലർക്കും അതുപോലെ തന്നെ അവന്റെ ക്ലാസ് ടീച്ചർ അനില, ഈ എന്തു പറഞ്ഞ അവരോടൊപ്പം നിൽക്കുന്ന എല്ലാ VHSയിലുള്ള എല്ലാ ടീച്ചേഴ്സും ഈ എന്തു പറഞ്ഞാണ് മോനെ ഇങ്ങനെ ഹരാസ് ചെയ്യാൻ? അവനൊരു ഒരു കുട്ടിയല്ലേ? അവൻ കുഞ്ഞു കുട്ടിയാണ്, അവനൊന്നും അറിയത്തില്ല. പക്ഷെ അവൻ നല്ല ബോൾഡായിട്ടുള്ള കുഞ്ഞാ. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അവന് എതിർത്ത് സംസാരിക്കുന്നു എന്നുള്ളതാണോ? അവന്റെ പപ്പയെ വിളിക്കുമ്പോഴേക്കും അവന് സഹിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. ഇംഗ്ലീഷ് സംസാരിക്കുന്നു. പിന്നെ അവരെന്താണ് അവനെ കുറിച്ച് ഇത്രയും അവനെ ടാർഗറ്റ് ചെയ്യും പോലെയാണ് ആ കുഞ്ഞിനെ. വളരെയധികം മാനസികമായിട്ട് അവനെ പേടിപ്പിക്കുകയും, എനിക്ക് എന്താന്ന് എന്നെ അറിയത്തില്ല, അത്രമാത്രം കുഞ്ഞ് വേദനിച്ച ഓരോ ദിവസം അവന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. ഈ 10ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ സ്കൂളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ നിന്ന് അങ്ങനെ വിളിപ്പിക്കുകയോ അവിടെ നിന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും നേരിട്ടിട്ടില്ലല്ലോ? അതല്ലാതെ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾക്കോ മറ്റ് അങ്ങനെ അതൊന്നും വിഷയം അത്ര ഇതല്ല. പക്ഷെ +1 ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന, കാരണം കുഞ്ഞിനെ മാനസികമായിട്ട് തകർക്കുന്ന വിഷയങ്ങളായിരുന്നു അവർക്ക്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. അവനൊന്നും പറയാറില്ലേ വീട്ടിൽ വന്ന്? വീട്ടിൽ വന്ന് ചെറിയ ചെറിയ സാർ ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ പിന്നത്തേൽ അവിടെ എന്ത് നടക്കുന്നതൊന്നും കുഞ്ഞ് പറയാറില്ല വീട്ടിൽ. അന്നത്തെ ദിവസം സ്കൂളിലേക്ക് ബെൻസൺ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ അടിച്ചാണോ പോയത്? എന്ത് സാർ? അന്നത്തെ ദിവസം സ്കൂളിലേക്ക് പോയതേ റെക്കോർഡൊക്കെ വെക്കാനുള്ള ദിവസമാണ്, പിറ്റേന്ന് പരീക്ഷയാണ്. ടെൻഷൻ അടിച്ചാണോ മോൻ അന്ന് സ്കൂളിലേക്ക് പോയത് ആ ദിവസം? ഇല്ല, മോന് ടെൻഷനായിട്ട് ഉള്ളതായിട്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അവൻ എപ്പോഴും ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. അവന് വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ വഴക്കുകളോ അങ്ങനെ ഒന്നും, കാരണം ഞങ്ങൾ പപ്പയും അമ്മയും മോനും മാത്രമാണ് ഈ വീട്ടിൽ. അങ്ങനെ വേറെ ടെൻഷൻ അടിക്കാൻ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ടെൻഷൻ സ്കൂളിലെ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ടെൻഷൻ അവനെ ഒറ്റപ്പെടുത്തുക, അവനെ വേദനിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് പറയാൻ വേറെ ഒരു വിഷയമില്ല, ഒന്നുമില്ല. എൻ്റെ കുഞ്ഞ് എപ്പോഴും ഹാപ്പിയാണ്, അവൻ കുഞ്ഞാണ്. സ്കൂളിൽ അന്ന് പോകുമ്പോഴും വളരെ ഹാപ്പി ആയിട്ടാണ് അവൻ പോയി. അവൻ്റെ റെക്കോർഡെല്ലാം എഴുതി 9:05 ഇവിടുന്ന് മോൻ വീട്ടിൽ നിന്ന് പോയത്. അതുവരെ ഒരു പ്രശ്നവും ഞങ്ങളെ വീട്ടിൽ യാതൊരു വിഷയവും ഇല്ല. കാരണം ഞങ്ങൾ അവനെ പൊന്നുപോലെയാണ് നോക്കേണ്ട. ഹൃദയം എൻ്റെ ജീവനാണ് എൻ്റെ കുഞ്ഞ്. പിന്നെ എങ്ങനെ സാർ വീട്ടിലെ പ്രശ്നങ്ങൾ? അവനെന്തൊരു ടെൻഷൻ. ഈ ഒരു മകൻ മാത്രമായിരുന്നു സംഗീത? അവനൊരു ടെൻഷനും ഇല്ല. സഹോദരങ്ങളുണ്ടോ ബെൻസന്? ബെൻസിനൊരു ചേച്ചിയുണ്ട്.
ചേച്ചി ഇവിടെയല്ല, അവൾ ദുബായിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഒന്ന് തിരിച്ചു വരാം. ബെന്നിയിലേക്കൊന്ന് പോയിട്ട് അച്ഛനിലേക്ക് പോയിട്ട് വരാം. ബെന്നി, എനിക്ക് ആ സങ്കടം മനസ്സിലാവും, അമ്മയുടെ വിഷമവും മനസ്സിലാവും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സ്കൂളിൽ നിന്ന് എന്ത് തരം പരാതിക്ക് വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത്? ഞങ്ങൾ പ്രിൻസിപ്പളോട് ചോദിക്കുമ്പോഴും ഒരു കൃത്യമായ ഉത്തരം പ്രിൻസിപ്പൾ പറയുന്നില്ല. മാത്രമല്ല, ക്ലർക്കും മോനും തമ്മിലുണ്ടായ ഒരു തർക്കത്തിന് ക്ലർക്കിനെ വിളിച്ച് ചോദിക്കാതെ നിങ്ങളെ നേരിട്ട് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ നിരന്തരം പ്രിൻസിപ്പൾ വിളിച്ചുകൊണ്ടിരുന്നത് സ്കൂളിലേക്ക്? ശരിയാണ്, കുഞ്ഞ് ഡെസ്കിൽ ചാരിയിരുന്നു, കുഞ്ഞ് സംസാരിച്ചു. ഇതൊക്കെയാണ് അവിടെ പരാതി. ഇതൊക്കെ എന്ത് പരാതിയെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞ് സമയങ്ങളിൽ സ്കൂളിൽ നിന്ന് പുറത്തു പോകുകയോ, ഇതൊക്കെയാണ് അവിടെ പരാതി. പക്ഷേ അവർ പുറമെ ആ പരാതിയാണെങ്കിലും ഉള്ളിൽ എന്തുകൊണ്ടാണ് ആ കൊച്ചിനെ അത്രത്തോളം ഹരാസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ആ കുഞ്ഞ് ആരോടും, ഒരു കുട്ടികളോടാകട്ടെ, ദേശക്കാരാകട്ടെ, വീട്ടുകാരാകട്ടെ, യാതൊരു ഒരു വിഷയത്തിനും കുഞ്ഞ് തലയിടാറില്ല, ആരെ വേദനിപ്പിക്കാറില്ല, ഒരു ടീച്ചേഴ്സിനെ വേദനിപ്പിക്കാറ്. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്കിന്നും മനസ്സിലാകുന്നില്ല. അവരത്രത്തോളം എൻ്റെ കുഞ്ഞിനെ ഹരാസ് ചെയ്ത് അവനെ വേദനിപ്പിച്ച് ഇത്രത്തോളമൊക്കെ എത്തിച്ച്, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് മനസ്സിലായി സംഗീതമ്മ. ഒരു കാര്യം കൂടി, മോനെ ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞത് ആരെ കുറിച്ചായിരുന്നു? പ്രിൻസിപ്പലിനെ കുറിച്ചാണോ, ഈ ക്ലാസ് ടീച്ചർ അനില ടീച്ചറിനെ കുറിച്ചാണോ, ഈ ക്ലർക്കിനെ കുറിച്ചാണോ? കൂടുതലും ക്ലാസ് ടീച്ചറും അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ പ്രീത, അതുപോലെ ക്ലാസ് ടീച്ചറായ അനില, പ്രശാന്ത് എന്ന് പറയുന്ന സാറ്, അതുപോലെ മറ്റെല്ലാ ടീച്ചേഴ്സും, ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് കൊച്ചിനെ ഇങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അവനെ വേദനിപ്പിക്കുന്നത്. പക്ഷെ ഇതൊന്നും എൻ്റെ കുഞ്ഞെന്നോട് പറയാറില്ല. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വേദനിക്കും, അമ്മ കരയും. ഇതാണ് അവൻ്റെ മറുപടി. അതുകൊണ്ടാണ് മമ്മ ഞാൻ പറയുന്നത്. പക്ഷേ എന്നെ സ്കൂളിൽ നിന്ന് വിളിക്കുമ്പോഴേക്കും ഞാൻ അവിടെ പോകാറുണ്ട്, മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞ കുഞ്ഞിനെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്, അത്രമാത്രം ഇവരെല്ലാവരും കൂടെ മാനസികമായി പീഡിപ്പിക്കുന്നു. പക്ഷേ കുഞ്ഞ് പലപ്പോഴും എന്നോട് പറയാറില്ല. പക്ഷെ ഇപ്പോൾ നടന്ന സംഭവം അതുപോലെ തന്നെയാണ്. എന്നോടൊന്നും അവൻ പറഞ്ഞിട്ടില്ല. നിസ്സാരമായൊരു കാര്യമാണ് സംഗീത. സന്തോഷത്തോടെ പോയ പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പള് ഈ സീലെടുക്കാൻ പറഞ്ഞു വിടുന്നു. ആ സീല് പോയി ചെല്ലുമ്പോൾ ക്ലർക്ക് അനാവശ്യമായ ചിലത് സംസാരിക്കുന്നു. അതിനുശേഷം തിരികെ ആ കുഞ്ഞിനെ പിന്നെ വീട്ടിൽ വിളിച്ച് പറയുകയാണ്. അപ്പം നിരന്തരം ഒരു പ്രശ്നക്കാരനാക്കി അവനെ മാറ്റാൻ സ്കൂളിൽ നിന്നൊരു ബോധപൂർവമായ ഇടപെടൽ ഉണ്ടായി എന്ന് സംശയിക്കുന്നുണ്ടല്ലേ? സംശയിക്കുന്നുണ്ട്, തീർച്ചയായും സാർ, തീർച്ചയായും. ഒരു ദിവസം അവനെ കുറ്റക്കാരനായി ഞങ്ങളെ അറിയിച്ച അന്ന് മുതൽ വേറെ ഏത് പ്രശ്നം അവിടെ വന്നാലും അവനെ അതിൽ ഇൻവോൾവ് ആക്കുന്നതാണ് അവിടെ പ്രധാന അവരുടെ ഒരു ഹോബി പോലെയാണ് അത്. അവർ സന്തോഷിക്കുക, എൻ്റെ കൊച്ചിനെ അതിലേക്ക് വലിച്ചിഴച്ച് അവർ സന്തോഷിക്കുകയാണ്. പക്ഷെ അത് നമുക്കറിയില്ല. ഞങ്ങളെ കാണുമ്പോഴേക്കും അയ്യോ ഞങ്ങളെ കുഞ്ഞാണ്, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സോൾവ് ചെയ്ത് ഞങ്ങളെ എഞ്ഞു വിടും. അപ്പോഴും ഞങ്ങൾ അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് ഓർത്ത് ഞങ്ങൾ മടങ്ങി വരാറുണ്ട്. മനസ്സിലായി സംഗീത. ഏകദേശം എത്ര തവണ വിളിപ്പിച്ചിട്ടുണ്ടാവും? ഇപ്പൊ +1 കയറിയിട്ട് ഒരു 3-4 പ്രാവശ്യം സ്കൂളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്കത് മനസ്സിലാവും. 4 പ്രാവശ്യം വിളിപ്പിച്ചിട്ടുണ്ട്. സംഗീത, അവന്റെ പപ്പയാണ് സ്കൂളിൽ പോകുന്നത്. നിസ്സാര കാര്യം, വേറെ ഏത് അടിപിടി കേസുകളോ വേറെ യാതൊരു കേസും ഇല്ല. നിസ്സാര കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതൊക്കെ അവൻ്റെ പപ്പായെ പറഞ്ഞതുകൊണ്ട് തിരിച്ച് മറുപടി അവൻ പറയുന്നതാണ്. ഞാനൊന്ന് പപ്പയോടൊന്ന് സംസാരിച്ചോട്ടെ സംഗീതമ്മ. ബെന്നി സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ നിസ്സാര കാര്യങ്ങളുടെ പേരിലാണോ ഈ നിങ്ങളെ വിളിച്ചു വരുത്തിയിരുന്നത്? എന്തൊക്കെ കാര്യങ്ങളുടെ പുറത്താണ് പരാതിയായിട്ടാണ് പറയുന്നത്? അവർ ക്ലാസ് ടീച്ചർ അത് ഉച്ച സമയങ്ങളിൽ അവരൊരുമിച്ച് ക്ലാസ്സിലിരിക്കുമ്പോൾ നിസ്സാരം എന്ന് പറഞ്ഞ് സാറേ ഒരു കുഞ്ഞിൻ്റെ പേരൻസ് സുഖമല്ലാതെ കിടക്കുമ്പോൾ കാണാൻ പോയിരുന്നു. അന്ന് സ്കൂളിൽ ഇത് നടക്കുമായിരുന്നു. അതായത് അന്ന് സ്പോർട്സ് നടക്കുന്ന ദിവസമായിരുന്നു.
അപ്പോൾ കുഞ്ഞൊന്ന് കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 2 കുഞ്ഞുങ്ങൾ ആ റോഡിൽ നടന്നു പോയിട്ട് മോൻ വിളിച്ചു കൊണ്ട് പോയിന്ന് പറഞ്ഞാണ് എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. ഞാൻ ചെല്ലുമ്പോൾ ആ 2 കുഞ്ഞുങ്ങളോട് ചോദിച്ചു, അബ്രഹാം നിങ്ങൾ വിളിച്ചോ? ഇല്ല ഞങ്ങൾ പോലെ. പിന്നെ നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? ഞങ്ങൾ വെറുതെ നടക്കാൻ പോയി. എന്നിട്ട് പോലും എന്നെ വിളിച്ച് എൻ്റെ പേരൻസ് ആകുന്ന അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ പേരൻസാകുന്ന എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെ മോൻ ഈ 2 കുഞ്ഞുങ്ങളെ വിളിച്ചു കൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ ബെൻസൺ ഞങ്ങൾ വിളിച്ചിട്ടില്ല, കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ വിളിച്ചോണ്ട് പോയത് എവിടേക്കാണെന്ന് പറഞ്ഞാൽ ആരെയോ കാണാൻ വേണ്ടിയല്ലേ? വയ്യാതെ കിടക്കുന്ന ആരെയോ കാണാൻ വേണ്ടി പോയതല്ലേ? അതെ, സ്കൂളിൻ്റെ അടുത്ത് തൊട്ട് പുറകിലാണ് അവൻ്റെ കൂട്ടുകാരൻ്റെ പപ്പ സുഖല കിടക്കുക. ഇതൊക്കെയാണോ വലിയ പരാതി ശ്രീ ബെന്നി? ആ ഒരു വിഷയത്തിന് അത് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. പേരൻസ് തന്നെ ഏത് വീട്ടിൽ പോയാലും എങ്ങോട്ട് പോയാലും ഞങ്ങളോട് പറഞ്ഞിട്ട് പോകും. മാത്രമല്ല ഒറ്റയ്ക്ക് അങ്ങനെ അത് കണ്ടിട്ട് തിരിച്ചു പോയി. ഈ കുഞ്ഞുങ്ങൾ പോയിട്ട് പോലും അവരെ പേരൻസിനെ വിളിക്കാതെ ഞാൻ നിൽക്കുമ്പോൾ അനില മിസ്സും അതുപോലെ തന്നെ ഈ പ്രീത ബാബു എന്ന പ്രിൻസിപ്പളും മറ്റു അധ്യാപകരും പറയുക, ഇല്ല ഇത് ബെൻസൺ, ഇത് അബ്രഹാം തന്നെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മിസ് അങ്ങനെയല്ല, അതങ്ങനെയല്ല വിഷയം, അങ്ങനെ ഒന്നും പോകുന്ന കുഞ്ഞല്ല. എന്നിട്ടും അവിടെ നിന്ന് അവർ കരയുന്നു മാനസികമായിട്ട്. ഞാൻ മോനെ നീ കരയാതെ വിഷമിക്കാതെ, നീ പോയില്ലല്ലോ, കൊണ്ടുപോയില്ല, നീ എന്തിനാ പിന്നെ? എന്നിട്ട് അവർ പിന്നെ ലാസ്റ്റ് സാറേ കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു മോനെയും കൂടെ കൂട്ടി പോകാനാണ് പറഞ്ഞത്. മോൻ എന്നിട്ട് വീട്ടിൽ വരാൻ മടിച്ചിട്ട് അവൻ ആ സ്കൂളിൽ നിന്നു. കാര്യം സ്കൂളിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു കുഞ്ഞാണ്. പറയുവാൻ അവൻ നന്നായി സംസാരിക്കുകയും അനീതിക്കെതിരെയൊക്കെ അവൻ ശബ്ദമുയർത്തി തുടങ്ങിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കാര്യം കൂടി ബെന്നി ജോർജ്, മോൻ നന്നായിട്ട് പഠിക്കുമായിരുന്നില്ലേ? പഠനത്തിൽ അത്ര മോശമൊന്നും ആയിരുന്നില്ലല്ലോ അവൻ? സർ, നന്നായി പഠിക്കും സാർ. എല്ലാത്തിനും നല്ല മാർക്കിലാണ് അവൻ പഠിച്ചുകൊണ്ട് വരുന്നത്. നല്ല വിദ്യാഭ്യാസം, എന്ന് വെച്ചാൽ അവന് നല്ല കഴിവുള്ളൊരു കുഞ്ഞാണ്. അവൻ എപ്പോഴെങ്കിലും ഒരു സങ്കടം ബെന്നിയോട് പറഞ്ഞിരുന്നോ? ഈ സ്കൂളിലെ ഈ വിഷമങ്ങൾ എപ്പോഴെങ്കിലും ബെന്നിയോട് രഹസ്യമായി പറഞ്ഞിരുന്നോ അവൻ? അച്ഛാ അല്ലെങ്കിൽ പപ്പ അവിടെ വല്ല ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ഹരാസ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും? എന്നോട് വന്ന് പറയാറുണ്ടെങ്കിലും പപ്പ ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. ഞാൻ പറയുന്നത് ശരിയെന്നുള്ളൊരു പദം പറയുന്നത് അത് അംഗീകരിക്കാനോ കേൾക്കാനോ എൻ്റെ ഈ അധ്യാപകർ, എൻ്റെ ക്ലാസ് ടീച്ചറാകുന്ന അനിലയാകട്ടെ, അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പളാകട്ടെ, അതുപോലെ മറ്റു അധ്യാപകരാകട്ടെ, മറ്റ് ക്ലാസ് ടീച്ചറാകട്ടെ, ആര് ഞാൻ പറയുന്ന ഒരു വാക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വണ്ണം അവനെ എന്ത് ചെയ്യാൻ അവൻ എല്ലാത്തിനും അവനെ അടിച്ചമർത്തുന്ന ആ ഒരു പ്രേരണ ആലോചനകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊരു മാറ്റത്തിൻ്റെ ഇതൊക്കെ അധ്യാപകർ മനസ്സിലാക്കേണ്ടതല്ലേ? നിങ്ങളിനി എന്താ ചെയ്യാൻ പോകുന്നത്? പിന്നെ എന്തായാലും അവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അധ്യാപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് തന്നെയല്ലേ നിങ്ങളുടെ ആവശ്യം? കർശനമായി സാർ, ഞങ്ങൾ മാത്രമല്ല ദേശക്കാർ, അതുപോലെ ഞങ്ങളുടെ സ്കൂൾ കുഞ്ഞുങ്ങളോട് ചോദിച്ച് അവരുടെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു ഈ അബ്രഹാം ബെൻസൺ എന്ന് പറയുന്ന ഈ വാത്സല്യ കുഞ്ഞ്. ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങൾ പാർക്കുന്നിടത്ത്, ഞങ്ങളുടെ ബന്ധുക്കൾക്ക് എല്ലാം, ഞാൻ ഇരിക്കുന്ന എല്ലായിടത്തും അവന് വേണ്ടപ്പെട്ട ഒരു കുഞ്ഞായതുകൊണ്ട് കാര്യം ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ, ഇതൊക്കെ സ്കൂളുകളിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നമ്മൾ മറ്റു സ്കൂളുകളിലേക്ക് നോക്കൂ, പിള്ളേർ തമ്മിൽ അടികൂടുക, കത്തിയെടുത്ത് കുത്തുക, ലഹരി ഉപയോഗിക്കുക, മറ്റ് മദ്യം ഉപയോഗിച്ചതിന് ശേഷം വന്ന് ക്യാമ്പസിൽ പ്രശ്നമുണ്ടാക്കി, ഇതൊക്കെയാണ് പലയിടങ്ങളിൽ നടക്കുന്നത്. ഇതൊരു കുട്ടി ക്ലാസ്സിലിരുന്ന് സംസാരിച്ചു, കൂട്ടുകാരുമായിട്ട് കൂട്ടുചേർന്ന് സഹോദരൻ്റെ പപ്പയെ കാണാൻ പോയി. ഈ വിഷയമൊക്കെ വലിയ കുറ്റകൃത്യമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ബെന്നി, ഈ ക്ലർക്കിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി നേരത്തെ പറഞ്ഞിട്ടുണ്ടോ മോൻ? എനിക്ക് അതിനെപ്പറ്റി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല സാർ. ഇത് ഫസ്റ്റ് ടൈമാണ് നടക്കുന്നത്. മനസ്സിലായി. എന്തായാലും അവിടെ നിന്നും മോശം പ്രതികരണം ഉണ്ടായി എന്നാണ് അവിടെയുള്ളവരൊക്കെ പറയുന്നത്. എന്തായാലും അത് അന്വേഷണത്തിന് വിധേയമാകേണ്ടതാണ്. തീർച്ചയായിട്ടും ബെന്നി, സംഗീത, മോൻ നഷ്ടപ്പെട്ടു. ആ ദുഃഖം ഒരിക്കലും തീരില്ല. ഈ ജീവിതം ഉള്ളിടത്തോളം കാലം ആ സങ്കടം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാര്യം അത്രമേൽ കണ്ട് കൊതി തീരാത്തൊരു കുഞ്ഞാണ്.
കണ്ടു കൊതി തീരാത്തൊരു കുഞ്ഞ് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എൻ്റെ വീട്ടിലെ ഞങ്ങളുടെ വിളക്കാര് സാർ, ഞങ്ങൾക്ക് അത്രമാത്രം സ്നേഹിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന, നാട്ടുകാരെ സ്നേഹിക്കുന്ന, സ്കൂളിലെ സഹപാഠികളെ സ്നേഹിക്കുന്ന, കൂട്ടുകാരെ സ്നേഹിക്കുന്ന, അവരോടൊപ്പം നിൽക്കുന്ന, ഒരു വാത്സല്യം, നന്നായി പഠിക്കുന്ന, നന്നായി കഴിവുള്ള ഒരു കുഞ്ഞിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഈ പ്രിൻസിപ്പളാണ് പ്രീത ബാബുവും അതുപോലെ തന്നെ അനില എന്ന് പറയുന്ന വ്യക്തിയും ഈ മിസ് ടീച്ചറും മറ്റു കൂട്ട് അധ്യാപകരും ഒരുമിച്ച് നിന്നാണ് എൻ്റെ കുഞ്ഞിനെ മാനസികമായും ശാരീരികമായും അവനെ പീഡിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബെന്നി, ഞങ്ങളുമുണ്ട് ബെന്നിക്കും സംഗീതയ്ക്കും ഒപ്പം. കുടുംബത്തിൻ്റെ ദുഃഖം നമ്മളുടെ ദുഃഖം കൂടിയാണ്. നമ്മളിൽ ഒരു കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താങ്ക് യു സംഗീത. ഒരിക്കൽ കൂടി നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ബെന്നിയുടെയും സംഗീതയുടെയും മകൻ എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊരു കുഞ്ഞ് ഈ അധ്യാപകർ തെറ്റായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇതൊരു അഡോൾസൻസിൻ്റെ ഏജാണ്. ഇതൊരു കൗമാരകാലത്തിൻ്റെ ട്രാൻസിഷൻ ഫേസാണ്. ആ സമയത്ത് ഈ കുട്ടികൾക്ക് എന്തെല്ലാം ചിന്തകൾ ഉണ്ടാവാം. ആ ചിന്തകളെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലേക്ക് അധ്യാപകർ ഉയരേണ്ടതല്ലേ. ചിലപ്പോൾ വിദ്യാർത്ഥികൾ അധ്യാപകരോട് തറുതലയൊക്കെ പറഞ്ഞു എന്ന് വരും. അതിനെയൊക്കെ അടിച്ചമർത്തി കുട്ടികളുടെ മാനസിക വിഷമം, അങ്ങനെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ പോലും അതിനുശേഷം ആ സുഹൃത്തിനോട്, ആ കുട്ടിയോട് പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു മനോഭാവം നമ്മുടെ അധ്യാപകർക്ക് വേണം. കാര്യം കുട്ടിക്കൊന്നും അതൊന്നും താങ്ങാൻ കഴിയുമായിരുന്നില്ല. 3 നാല് തവണ നിങ്ങൾ കേട്ടില്ലേ, വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് ഈ രക്ഷിതാക്കളെ വിളിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ കുട്ടികളൊക്കെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന സമയമല്ലേ, അത് ദുരുപയോഗം ചെയ്തിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇതിത്തിരി കടന്ന കൈ ആയിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും മാതൃകാപരമായ നടപടി ഉണ്ടാവണം. വിദ്യാർത്ഥികൾ പറയുന്നത് ഈ പ്രിൻസിപ്പലിനെയും അധ്യാപികയും ആ സ്കൂളിൽ നിന്ന് മാറ്റണമെന്നാണ്. ചുരുങ്ങിയ പക്ഷം ഒരു ട്രാൻസ്ഫർ എങ്കിലും ആ കാര്യത്തിൽ ഇവർ പറയുന്നത് കേൾക്കുന്നിടത്തോളം നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇനി അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അന്വേഷണ സംഘം എടുക്കണം. അതിനുശേഷം തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അധ്യാപകർക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട പരിശീലനം നൽകേണ്ടത് ആവശ്യമാണെന്നാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. ബെന്നി ജോർജ്, മാതാവ് സംഗീത ബെന്നിയുമാണ് നമുക്കൊപ്പം ചേർന്നത്.